അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാതറിൻ കൊലനിക്ക് ഉജ്ജ്വല വിജയം. 63% വോട്ട് നേടിയാണ് ഇടതു സ്വതന്ത്രയും കടുത്ത ഇസ്രായേൽ വിമർശകയുമായ കൊനലി വിജയിച്ചത്. എതിരാളിയായ മധ്യ വലത് ഫിനഗേൽ പാർട്ടി നേതാവ് ഹെദർ ഹംഫ്രീസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ശനിയാഴ്ച വൈകിട്ടോടെ 43 നിയോജക മണ്ഡലങ്ങളിലെയും ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 68-കാരിയായ കൊനലിയെ വിജയിയായി പ്രഖ്യാപിച്ചത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് കാതറിൻ കൊനലി. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണെന്നും കൊനലി പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലാണെന്ന് കഴിഞ്ഞ ജൂണിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ കൊനലി പറഞ്ഞിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെയും കൊനലി അപലപിച്ചിരുന്നു. 29.5% വോട്ടാണ് ഇവർക്ക് ലഭിച്ചത്. ഇടതു പാർട്ടികളായ സിൻഫീൻ, ലേബർ, സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്നിവയുടെ പിന്തുണയോടെയാണ് കാതറിൻ മത്സരിച്ചത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായി ജോലി നോക്കിയ ശേഷമാണ് കാതറിൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഞാൻ എല്ലാവരെയും കേൾക്കുകയും ആവശ്യമുള്ളപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നൊരു പ്രസിഡൻ്റായിരിക്കുമെന്നാണ് വിജയത്തിന് ശേഷം കൊനലി പറഞ്ഞത്. 7 വർഷമാണ് പ്രസിഡൻറ്റിൻ്റെ കാലാവധി. ഒരാൾക്ക് പരമാവധി 2 ടേം മാത്രമാണ് പ്രസിഡന്റ് പദം അലങ്കരിക്കാനാവുക. 2011 മുതൽ തുടർച്ചയായി 2ാം തവണ പ്രസിഡന്റ് പദവിയിലുള്ള മൈക്കിൾ ഡി ഹിഗിൻസിൻ്റെ കാലാവധി വരുന്ന നവംബറിൽ അവസാനിക്കും. അയർലൻഡിൽ ഗവൺമെൻറ്റിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പാർലമെൻറ്റ് വിളിച്ചുകൂട്ടുകയും പിരിച്ചുവിടുകയും മന്ത്രിമാരുടെ രാജി സ്വീകരിക്കുന്നതുമെല്ലാം പ്രസിഡൻറ്റിൻ്റെ അധികാരപരിധിയിലാണ്. ഐറിഷ് ഡിഫൻസ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡറും പ്രസിഡന്റ് തന്നെ. പാർലമെൻ്ററി ജനാധിപത്യം പിന്തുടരുന്ന അയർലൻഡിൽ പ്രസിഡൻ്റാണ് രാഷ്ട്രത്തലവൻ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം 1938 മുതലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഐറിഷ് പൗരത്വമുള്ള 35 വയസ്സ് പൂർത്തിയായ ആർക്കും പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാം. സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റിലെ 20 എംപിമാരുടെയോ സെനറ്റർമാരുടെയോ നോമിനേഷൻ അനിവാര്യമാണ്. അല്ലെങ്കിൽ 4 കൗണ്ടി അല്ലെങ്കിൽ സിറ്റി കൗൺസിലുകൾ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യണം. ഒരു തവണ പ്രസിഡൻ്റായവർക്ക് 2ാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വയം നാമനിർദ്ദേശം ചെയ്യാം. ഐറിഷ് പൗരത്വമുള്ള 18 വയസ്സ് തികഞ്ഞ രജിസ്റ്റേർഡ് വോട്ടർമാർക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം.